ലൂർദ് പള്ളിയിൽ പോയി മാതാവിൻ്റെ ശിരസിൽ കിരീടമണിയിച്ച് 5 പവൻ പോയി ഗോവിന്ദ. അതായത് ശരിക്കും പറയാനുള്ളത് സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയുടെ 5 പവൻ പോയി കിട്ടി എന്ന് വേണം പറയാൻ. കാര്യം 5 പവൻ കൊടുത്തതിന് 5 കോടിയുടെ പബ്ലിസിറ്റി അദ്ദേഹം നേടിയിട്ടുണ്ട്. കാര്യം എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ പിന്നാലെയായിരുന്നു. കാര്യം കൊല്ലത്തൊക്കെ മാതാവ് ഉണ്ടായിട്ട് പോലും തൃശ്ശൂരിലെ മാതാവിനോട് പ്രത്യേകം സ്നേഹം കാണിച്ച ഈ സുരേഷ് ഗോപിയെ നമുക്ക് അങ്ങനെ തള്ളിപ്പറയാൻ കഴിയില്ല. പക്ഷേ ജയ് ശ്രീറാം വിളികൾ രാജ്യം മുഴുവൻ മുഖരിതമാവുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഒരു പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ആ പണി നടത്തുന്നതെന്ന് വിചാരിക്കും. ഇവിടെ ഈ പറയുന്ന തരത്തിൽ ഇത് ആവർത്തനം രാജ്യത്ത് ഇനിയും പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾക്ക് നേരെ ഇതുപോലുള്ള അതിക്രമങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം എന്ന സൂചന നൽകിക്കൊണ്ടാണ് മധ്യപ്രദേശിൽ ഈ പള്ളിക്ക് നേരെയുള്ള കുതിരകയറ്റം നടന്നിട്ടുള്ളത്. അല്ല, അവിടെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ മധ്യപ്രദേശ് പോലീസ് എടുത്തൊരു സ്റ്റാൻഡ് ഇട്ടാൽ ഞെട്ടിക്കുന്നതാണ്. മധ്യപ്രദേശ് പോലീസ് പറയാണ് അത് പള്ളിയല്ലാന്ന്, അതൊരു വീടാണെന്ന് പറയുകയാണ് മധ്യപ്രദേശ്. അതൊക്കെ എത്രത്തോളം പ്രശ്നങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ വീടാവട്ടെ, വീടിന്റെ മുകളിൽ കയറിയിട്ട് ഇത്തരം സംഭവങ്ങൾ ചെയ്യാമോ? ഒരാൾക്ക് എവിടെ വെച്ചും ആരാധന നടത്താൻ അവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ഈ രാജ്യത്ത് അവൻ്റെ വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മൗലികമായ അവകാശം കൊടുക്കുന്ന ഭരണഘടനയുള്ള രാജ്യമാണ്. അത് നഷ്ടപ്പെടും എന്നുള്ളതിന്റെ പൂർണ്ണമായ തെളിവുകളാണ് നമ്മളിപ്പോൾ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭരണഘടനയ്ക്ക് മുകളിൽ ചവിട്ടിക്കയറിയാണ് അവർ ആ പതാക കെട്ടിയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ ഇത് തൃശ്ശൂരാണെങ്കിൽ പോലും ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തൃശ്ശൂരിൽ ഇതേപോലുള്ള ഒരു സ്പാർക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ കൃഷ്ണരാജിൻ്റെ പോസ്റ്റിൽ മൂർച്ചയേറിയ വാൾ വീശിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാവ്യവസ്ത്രധാരിയുടെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെവിടെയാണ് ലിങ്ക് ആവുന്നത്? എവിടേക്കാണ് ഇത് കണക്റ്റ് ആവുന്നത്? ഏത് മനോഭാവമാണ്? അദ്ദേഹം പറയും ക്ഷാത്രവീര്യമുള്ള ഹിന്ദു, തീവ്ര ഹിന്ദുവാണ് ഞാൻ. ഇവിടെ കേസെടുക്കണം കേരളത്തിലെ പോലീസ്. കയ്യിൽ രാഖി കെട്ടി ഒക്കെ വാർത്ത വായിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ എല്ലാ വീഡിയോകളും എടുത്തു പറയുന്നത് ക്രിസ്ത്യൻ ജിഹാദി, മുസ്ലിം ജിഹാദി, ക്രിസ്ത്യൻ ജിഹാദി, മുസ്ലിം ജിഹാദി, ജിഹാദികൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ തീവ്രവാദികൾ, ഇത് മാത്രമാണ് ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് BJP-യിലേക്ക് ആളെടുക്കുക എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഇവരെ പോലുള്ള ആളുകളാണ് ശരിക്കും BJP-യെ തോൽപ്പിക്കുന്നത്. അതെ. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല രീതിയിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ വിനോദ? അതെ. ഒരിടത്ത് ശരിക്കും രാമൻ്റെ പ്രതിഷ്ഠ നടത്തുന്നു, ഒരിടത്ത് കുരിശിൻ്റെ മുകളിൽ പതാക കെട്ടുന്നു, ഒരിടത്ത് മാതാവിന് കിരീടം ഇട്ടുകൊടുക്കുന്നു. എങ്ങനെയുണ്ട് സംഭവങ്ങൾ? അതെ, സെറ്റല്ലേ? അതെങ്ങോട്ടാണ് പോകുന്നത്? പിന്നെ എങ്ങോട്ടാണ് ഇന്ത്യ പോകുന്നത് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. അതെ. കാര്യം ഇതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കിയ പോലെ നടക്കുന്ന സംഭവങ്ങൾ എന്തും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് മതേതരത്വം പൂത്തുലയാണ് ഇന്ത്യയിൽ. അതെ. അതല്ല, നമ്മൾ ഈ കഴിഞ്ഞ ദിവസത്തെ മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ ഈ മാധ്യമങ്ങൾ ഇത്തരത്തിൽ എങ്ങനെ മാറിപ്പോയി എന്നൊരു അത്ഭുതം നമുക്ക് കാണുമ്പോൾ, ആ വാർത്തകൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ വാർത്തകൾ കാണുമ്പോഴൊക്കെ നമുക്ക് തോന്നിപ്പോകും. എന്താണ് ഇന്ത്യയിൽ സംഭവിക്കുന്നതെന്ന് ഒരു രൂപവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ രാഷ്ട്രീയമായ ഒരു നേതൃത്വം പോയിട്ട് അവിടെ പ്രതിഷ്ഠ നടത്തുക. പ്രതിഷ്ഠ നടത്തേണ്ട ആളുകൾ ഞങ്ങൾ അങ്ങോട്ടില്ല, അത് യഥാവിധിയല്ല അവിടെ നടക്കുന്നത് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കുക. രാഷ്ട്രീയ നേതൃത്വം പോയിട്ട് അവിടെ ഈ പണി ചെയ്യുക. അപ്പോൾ അതിൻ്റെ പിന്മുറക്കാർ എന്ത് ചെയ്യാണ്? മധ്യപ്രദേശിലാണ് സംഭവം. നമ്മൾ ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ വന്നു. ഒരു ഭാഗത്ത് പ്രതിഷ്ഠയുടെ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രചാരണവും വലിയ തോതിലുള്ള ആഘോഷവും നടത്തുമ്പോൾ ഒരു കൂട്ടർ, അതേ വകയിൽപ്പെട്ട ഒരു കൂട്ടർ, ഒരു പള്ളി, ഒരു കൊച്ചു പള്ളി, മധ്യപ്രദേശിലെ ജംബുവ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഒരു കൊച്ചു പള്ളി, അവിടെ 40 പേരാണ് ഞായറാഴ്ച കുർബാനയ്ക്ക് വരുന്നത്. ആകെ 40 പേര്. അപ്പോൾ എത്ര വലിപ്പമുണ്ടാവും പള്ളി? അപ്പോൾ അത്രയും ചെറിയൊരു പള്ളിയുടെ മുകളിൽ കയറി അതിൻ്റെ കുരിശിൻ്റെ സ്ഥാനത്ത് കാവി പതാക കെട്ടി ഉയർത്തുക. ജയ് ശ്രീരാം എന്ന് മുദ്രാവാക്യം. ജയ് ശ്രീറാം വിളികൾ രാജ്യം മുഴുവൻ മുഖരിതമാവുന്ന ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഒരു പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ആ പണി നടത്തുന്നതെന്ന് വിചാരിക്കും. ഇവിടെ ഈ പറയുന്ന തരത്തിൽ ഇത് ആവർത്തനം രാജ്യത്ത് ഇനിയും പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾക്ക് നേരെ ഇതുപോലുള്ള അതിക്രമങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം എന്ന സൂചന നൽകിക്കൊണ്ടാണ് മധ്യപ്രദേശിൽ ഈ പള്ളിക്ക് നേരെയുള്ള കുതിരകയറ്റം നടന്നിട്ടുള്ളത്. രാജ്യത്ത് ഒരു അക്രമം നടന്നാൽ, അല്ലെങ്കിൽ മതവിശ്വാസികളുടെ ആവട്ടെ മറ്റുള്ള സംഭവങ്ങളാവട്ടെ, അക്രമം നടന്നാൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞാൽ അതിനെ തീർത്തും അപലപിക്കുന്നതിന് പകരം അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്കുള്ള സ്റ്റേറ്റ്മെന്റുകൾ എത്രത്തോളം രാജ്യത്തിന് ആപത്താണ് എന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, അവിടെ ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ മധ്യപ്രദേശ് പോലീസ് എടുത്തൊരു സ്റ്റാൻഡ് ഇട്ടാൽ ഞെട്ടിക്കുന്നതാണ്.
മധ്യപ്രദേശ് പോലീസ് പറയാണ് അത് പള്ളിയല്ലാന്ന്, അതൊരു വീടാണെന്ന് പറയാണ് മധ്യപ്രദേശ് പോലീസ്. അതൊക്കെ എത്രത്തോളം പ്രശ്നങ്ങളാണ് എന്നാണ് പറയുന്നത്. ഇപ്പൊ വീടാവട്ടെ, വീടിന്റെ മുകളിൽ കയറിയിട്ട് ഇത്തരം സംഭവങ്ങൾ ചെയ്യാനുള്ള ചെയ്യാമോ? ഒരാൾക്ക് എവിടെ വെച്ചും ആരാധന നടത്താൻ അവൻ്റെ വിശ്വാസത്തിനനുസരിച്ച് ഈ രാജ്യത്ത് അവൻ്റെ വിശ്വാസത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മൗലികമായ അവകാശം കൊടുക്കുന്ന ഭരണഘടനയുള്ള രാജ്യമാണ്. അത് നഷ്ടപ്പെടും എന്നുള്ളതിന്റെ പൂർണ്ണമായ തെളിവുകളാണ് നമ്മളിപ്പോ ശരിക്കും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഭരണഘടനയ്ക്ക് മുകളിൽ ചവിട്ടിക്കയറിയാണ് അവർ ആ പതാക കെട്ടിയിട്ടുള്ളത്. അവിടെ വല്ലാത്ത സംഭവത്തിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. പല ആളുകളും സംസാരിക്കുന്ന രീതിയിലേക്കൊക്കെ വലിയ രീതിയിലേക്ക്, അതായത് ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല, ഉത്തരങ്ങൾ തരാനില്ല, അത്ര രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് എങ്ങോട്ടാണ് ഇന്ത്യ പോകുന്നത് എന്ന ചോദ്യം നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. വിനോട്ട, വേറെ വിഷയമുണ്ട്. ഇപ്പോൾ ഇത് തൃശ്ശൂരാണെങ്കിൽ പോലും ഉണ്ടായിരിക്കും. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തൃശ്ശൂരിൽ ഇതേപോലുള്ള ഒരു സ്പാർക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. എവിടെയാണ്? നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, ഈ BJPയുടെയും RSSൻ്റെയും ഒക്കെ സഹയാത്രികൻ സ്വപ്ന സുരേഷിന് വക്കാലത്ത് പറഞ്ഞ വക്കീലുണ്ടല്ലോ കൃഷ്ണരാജ്, അദ്ദേഹം കഴിഞ്ഞ ദിവസം കുറച്ച് മുമ്പിട്ട പോസ്റ്റിനെ സംബന്ധിച്ച് അത് ഈ അടുത്ത കാലത്ത് വലിയ തോതിൽ പൊങ്ങി വന്നു. നമ്മളതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം അദ്ദേഹം മറ്റൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അത് അതിന് വീണ്ടും ഒരു സെക്കൻഡ് കോട്ട് ചെയ്തുകൊണ്ട് അതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് തന്നെയാണ്, അത് ചെയ്തിരിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ് വന്നിട്ടുള്ളത്. എനിക്ക് വല്ലാത്തൊരു സങ്കടം തോന്നുന്നത് ശരിക്കും നമ്മളെ സുരേഷ് ഗോപി സാറിനോടാണ്. പാവം, അദ്ദേഹം എങ്ങനെയെങ്കിലും തൃശ്ശൂർ ഒന്ന് പിടിക്കാം എന്നൊക്കെ പറഞ്ഞ അവിടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പറയുന്നത്, അതിൽ നമ്മൾ ഈ പറയുന്ന മധ്യപ്രദേശുമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു സംഗതി എന്താ അറിയോ? അതിലിട്ട ഇമേജാണ്. ആ കൃഷ്ണരാജിൻ്റെ പോസ്റ്റിൽ മൂർച്ചയേറിയ വാൾ വീശിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാവ്യവസ്ത്രധാരിയുടെ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതെവിടെയാണ് ലിങ്ക് ആവുന്നത്? എവിടേക്കാണ് ഇത് കണക്റ്റ് ആവുന്നത്? ഏത് മനോഭാവമാണ്? അദ്ദേഹം പറയും ക്ഷാത്രവീര്യമുള്ള ഹിന്ദു, തീവ്ര ഹിന്ദുവാണ് ഞാൻ. ഇവിടെ കേസെടുക്കണം കേരളത്തിലെ പോലീസ്. എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ക്ഷാത്രവീര്യമുള്ള തീവ്ര ഹിന്ദുവാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് വാൾ വീശിക്കൊണ്ടുള്ള ഒരു വേഷധാരിയെ തൻ്റെ പോസ്റ്റിൽ ചിത്രമായി അവിടെ സ്ഥാപിച്ചുകൊണ്ട് അതിൽ പറയുകയാണ് ഞാൻ പറഞ്ഞതാണ് ചെയ്തിരിക്കും എന്നുള്ള. എവിടെയാണ് ഇത്? കേരളത്തിലാണ് സംഭവിക്കുന്നത്. അതായത് ഒരു സീറ്റ് പോലും, ഒരു MLA പോലും ഇല്ലാത്ത ഒരു സ്ഥലമാണ് ഇവിടെ. MP ഉണ്ട്, പക്ഷെ MP ആയിട്ട് ജനങ്ങൾ ജയിപ്പിച്ച MP അല്ലല്ലോ. വെറുതെ അല്ല പൂച്ചയ്ക്ക് കൊമ്പ് കൊടുക്കാത്തെന്ന് പറയും. സകല ചട്ടിയും കലവും തട്ടിപ്പൊട്ടിക്കുന്നു പറഞ്ഞ പോലെയാണിത്. ഇവർക്കെങ്ങാനും അധികാരം കൊടുത്തിരുന്നെങ്കിൽ, എങ്ങാനും ഈ കേരളത്തിൽ ഇത്തരത്തിലൊരു എഡ്ജ് കൊടുത്തിരുന്നെങ്കിൽ എന്താകും കേരളത്തിൻ്റെ അവസ്ഥ? നിങ്ങൾ നോക്കൂ, അത് കണക്റ്റ് ആവുന്നത് തൃശ്ശൂരിലെ പുത്തമ്പള്ളിയിലേക്കാണ്. പുത്തമ്പള്ളിയുടെ ഭൂമി ഇതേപോലെ ദേവസ്വത്തിൻ്റെ ഭൂമിയിലാണ് നിൽക്കുന്നത്, പുത്തമ്പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്ന പോസ്റ്റ് അദ്ദേഹം ആവർത്തിക്കുകയാണ്. അത് സ്ഥാപിച്ചെടുക്കും എന്ന് തന്നെയാണ്. കോടതിയിൽ പോയി നിയമപരമായും അല്ലാതെയും അത് സ്ഥാപിച്ചെടുക്കും. ഞാൻ ക്ഷാത്രവീര്യം കൊണ്ടാണോ കോടതിയിൽ പോയി സ്ഥാപിക്കുന്നത്? ക്ഷാത്രവീര്യം കൊണ്ടല്ലല്ലോ, വാളെടുത്തുകൊണ്ടാണോ കോടതി നിയമപരമായി പോരാട്ടങ്ങൾ നടത്തുക? അത് അതിനുള്ള അവകാശം ഈ രാജ്യത്ത് എല്ലാവർക്കും. ഇത് വാൾമുന കാണിച്ചുകൊണ്ട് പറയുന്നത് ക്ഷാത്രവീര്യമുള്ള തീവ്ര ഹിന്ദുവാണ് ഞാൻ എന്ന് പറയുന്നത് കോടതി പോയിട്ട് തീരുമാനിക്കുന്നതാണോ? അതല്ല. ഇവിടെ ഇപ്പം ജമ്പുവിലെ പള്ളിയിൽ ചെയ്തതുപോലെ ഉള്ള ഏർപ്പാട് തന്നെയാണത് ആഹ്വാനം ചെയ്യുന്നത്. ഞങ്ങളിത് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. അതെ, ഞങ്ങളത് ചെയ്തിരിക്കും. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ, ശരിക്കും ഈ BJP സപ്പോർട്ടായിട്ടുള്ള കുറച്ച് മാധ്യമങ്ങളുണ്ട്. വിനോട്ട, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് BJP സപ്പോർട്ടായിട്ടുള്ള കുറേ ചാനലുകളുണ്ട്. അതെ, വ്ളോഗേഴ്സ് ചാനലുകളായിട്ട് നമുക്ക് അവരെ കൂട്ടാൻ കഴിയില്ല. അതെ അതെ. അതായത് കയ്യിൽ രാഖി കെട്ടി ഒക്കെ വാർത്ത വായിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ എല്ലാ വീഡിയോകളും എടുത്തു പറയുന്നത് ക്രിസ്ത്യൻ ജിഹാദി, മുസ്ലിം ജിഹാദി, ക്രിസ്ത്യൻ ജിഹാദി, മുസ്ലിം ജിഹാദി, ജിഹാദികൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ തീവ്രവാദികൾ, ഇത് മാത്രമാണ് ഇവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് BJPയിലേക്ക് ആളെടുക്കുക എന്നുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഇവരെ പോലുള്ള ആളുകളാണ് ശരിക്കും BJPയെ തോൽപ്പിക്കുന്നത്. അതെ, അല്ല, അവരുടെ ഈ പറയുന്ന ആ വിധേയത്വമുണ്ടല്ലോ. ഞാനിപ്പോൾ ഇന്ന് കണ്ടൊരു കാർട്ടൂണുണ്ട്. ആ കാർട്ടൂണിൽ രണ്ടുപേർ ഒരു വശത്തേക്ക് നടന്നു പോകുന്നു, ഒരാൾ എതിർവശത്തേക്ക് നടന്നു പോകുന്നു. ആ എതിർവശത്തേക്ക് നടന്നു പോകുന്നയാൾ കാവ്യവസ്ത്രമൊക്കെ ധരിച്ച് നന്നായി വിഭൂതി പൂശി അങ്ങനെയാണ് അയാൾ നടന്നു പോകുന്നത്. അപ്പോൾ ഈ രണ്ട് പേരിൽ ഒരാൾ ചോദിക്കുന്നു, ഇദ്ദേഹത്തെ വളരെ ഫെമിലിയർ ആണല്ലോ, ഇദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ, ഇദ്ദേഹത്തെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അവരും പറയുകയാണ് മറ്റുള്ളവരോട്, അത് നമ്മുടെ ചാനലിലെ ആങ്കറാണ് എന്ന് പറയുകയാണ്.
ആ കാർട്ടൂണിൽ പറയണം. അപ്പോൾ ആ ചാനലിലെ ആങ്കർ പോണ പോക്ക് എങ്ങനെയാണ്? വിഭൂതി ധരിച്ച് കാവി ധരിച്ച് ഈ പറയുന്ന പോലെ കയ്യിൽ ഈ പറയുന്ന വടംകെട്ടി ഈ പറയുന്ന രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ആ രീതിയിലേക്ക് മാധ്യമങ്ങളുടെ സ്വഭാവം കേരളത്തിൽ പോലും മാറി. ഈ BJPക്കെതിരെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് കേന്ദ്രഭരണത്തിനെതിരെ പറഞ്ഞാൽ ഒന്നുകിൽ അവൻ തീവ്രവാദി, അതല്ലെങ്കിൽ അവൻ രാജ്യദ്രോഹി, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബ്രാൻഡ് ചെയ്യാണ് ഒരാളെ. അപ്പോൾ ആ ബ്രാൻഡിങ് ഭയപ്പെട്ടുകൊണ്ട് കുറേ ആളുകൾ അതിനെക്കുറിച്ചൊന്നും മിണ്ടാണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുമോ എന്ന പേടിയിൽ ഈ പറയുന്ന തരത്തിൽ അവർ പറയേണ്ട കാര്യങ്ങൾ പറയാതെയോ മൃദുവായി പറഞ്ഞോ ഒക്കെ അങ്ങനെ കാലം കഴിച്ചു പോവാണ്. അതിനെതിരെ പൊരുതിയത് ഒന്ന് NDTV ആയിരുന്നു. ആ NDTV അവസാനം വരിഞ്ഞു മുറുക്കി പല ഏജൻസികളെ CBI ഉൾപ്പെടെ ED ഉൾപ്പെടെ റെയ്ഡ് നടത്തി അവസാനം അത് അദാനിയെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ടാണ് ഇപ്പോൾ അവസാനം NDTV ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായത്തെ അവർ എൻ്റർടൈൻ ചെയ്തിരുന്നില്ല. അത് അവരുടെ ഒരു നറേറ്റീവാണ്. അതിൻ്റെ തുടർച്ച ഇവിടെ കേരളത്തിൽ വരുന്നു. എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിൽ ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പുത്തമ്പള്ളി വിഷയത്തിൽ ഈ പറയുന്ന മധ്യപ്രദേശിലെ പള്ളിക്ക്, ചെറിയൊരു പള്ളിക്ക് മുകളിൽ, അവിടെ വളരെ പ്രാദേശികമായ ഒരു ഗ്രാമത്തിലെ പള്ളിക്ക് മുകളിൽ ഇത്തരത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടന്നപ്പോൾ ഇതിന് സമാനമായ ഒരു സംഗതി തൃശ്ശൂരിൽ BJPയുടെ RSSൻ്റെ സഹയാത്രികൻ കൃഷ്ണരാജ് വക്കീൽ പറഞ്ഞപ്പോൾ അതിനോട് ഇവിടുത്തെ BJP നേതൃത്വത്തിന് എന്ത് പറയാനുണ്ട്? അവിടെ താങ്കൾ പറഞ്ഞല്ലോ, കിരീടം കൊണ്ടുവച്ച് കൊടുത്ത സുരേഷ് ഗോപിക്ക് എന്ത് പറയാനുണ്ട്? ലൂർദ് പള്ളിയിൽ പോയി മാതാവിൻ്റെ ശിരസിൽ കിരീടമണിയിച്ച് 5 പവൻ പോയി ഗോവിന്ദ. അതായത് ശരിക്കും പറയാനുള്ളത് സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയുടെ 5 പവൻ പോയി കിട്ടി എന്ന് വേണം പറയാൻ. കാര്യം 5 പവൻ കൊടുത്തതിന് 5 കോടിയുടെ പബ്ലിസിറ്റി അദ്ദേഹം നേടിയിട്ടുണ്ട്. കാര്യം എല്ലാ മാധ്യമങ്ങളും അദ്ദേഹത്തിൻ്റെ പിന്നാലെയായിരുന്നു. കാര്യം ആ ഒരു 5 പവൻ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം എത്രയാണ് എമൗണ്ട് വരുന്നതിന് അപ്പുറത്തേക്കുള്ള, അതായത് കൊല്ലത്തൊക്കെ മാതാവ് ഉണ്ടായിട്ട് പോലും തൃശ്ശൂരിലെ മാതാവിനോട് പ്രത്യേകം സ്നേഹം കാണിച്ച ഈ സുരേഷ് ഗോപിയെ നമുക്ക് അങ്ങനെ തള്ളിപ്പറയാൻ കഴിയില്ല. പക്ഷേ ഈ കുരിശിന് മുകളിൽ അല്ലെങ്കിൽ പള്ളി തകർക്കുമ്പോഴും മറ്റുള്ള മണിപ്പൂർ സംഭവങ്ങളിലൊക്കെ മിണ്ടാതിരിക്കും. മണിപ്പൂർ സംഭവത്തിലൊക്കെ എന്താണ് സുരേഷ് ഗോപി പറഞ്ഞത്? അതായത് അവിടെ നോക്കാൻ ആളുണ്ട് എന്നാണ് പറഞ്ഞത്. ആളുകളുണ്ട്, ആളാവാൻ വരരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം രീതിയിലേക്കൊക്കെ സംഭവം നാളെ തൃശ്ശൂർ നടക്കുകയാണെങ്കിലും ശരിക്കും പറയും അവിടെ തൃശ്ശൂർ നോക്കാൻ ആളുണ്ട്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിനോടും നരേന്ദ്രമോദിയോടും വല്ലാത്ത ഒരു ആരാധന തോന്നി തുടങ്ങിയ കുറച്ച് സഭാവിശ്വാസികളുണ്ട്. സഭയുടെ പിന്നെ നേതാക്കന്മാരൊക്കെ ഉണ്ട്, അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ഉണ്ട്. അതിനുവേണ്ടി ചില സംഘടനകൾ എന്നുള്ള രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളൊക്കെ കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതര മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവം BJP ചെയ്തുകൊണ്ടിരുന്ന പണി ഏറ്റെടുക്കുന്നത് അത്തരം കൂട്ടരാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. അവരോടും നമുക്ക് ചോദിക്കാനുണ്ട്, മണിപ്പൂരിൽ ഏതാണിനെയാണ് അവർ നിർത്തിയിട്ടുള്ളത്? ഏതാണൊരുത്തനാണ് മണിപ്പൂരിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുത്തിട്ടുള്ളത്? അവിടെ ഓരോ ദിവസവും 2, 3, 4, 5 ആളുകൾ കൊല ചെയ്യപ്പെടുകയാണ് പരസ്പരം വെടിവെച്ചിട്ട്. രണ്ട് സമുദായങ്ങൾ 2 ധ്രുവങ്ങളിൽ നിൽക്കുന്നു മണിപ്പൂരിൽ. അവിടെ പള്ളികൾ തകർക്കുന്നു, മറ്റുള്ള രീതിയിലേക്ക് ഒരുപാട് ആളുകൾ മരണപ്പെടുന്നു. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊന്നും പറയണ്ട, ഇതൊന്നും നിങ്ങൾ ചോദിക്കരുത്, ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നങ്ങളല്ല. അവിടെ നോക്കാൻ ആളുണ്ട്, അപ്പോ ആളാവാൻ വരണ്ട. ഇതാണ് സംഭവം. അവിടെ നോക്കാൻ ആളുണ്ടെങ്കിൽ അത് പോട്ടെ, നോക്കുന്നില്ല എന്നുള്ളത് പോട്ടെ. ഇവിടെ ഈ വിഷയത്തിൽ എന്താണ് സുരേഷ് ഗോപിക്ക് പറയാനുള്ളത്? ലൂർദ് മാതാവിൻ്റെ ശിരസിൽ കിരീടം അണിയിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. ഇവിടെ ഇത്തരത്തിൽ അവരുടെ കൂടെയുള്ള ആളുകൾ നമ്മൾ കണ്ടതാണ്. ഗാന്ധിജിയുടെ ഒരു രൂപമുണ്ടാക്കി വെച്ച് അതിന് നേരെ വെടിവെക്കുന്ന ആളുകൾ ഈ പാർട്ടിയുടെ നേതാവല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമോ? അവരുടെ സഹയാത്രികർ നമ്മൾ കണ്ടല്ലോ. അയോധ്യയിൽ ഈ പറയുന്ന പ്രതിഷ്ഠയ്ക്ക് പോയപ്പോൾ ആരൊക്കെയാണ് അവിടേക്ക് പോയത്, ആകൃഷ്ടരായതെന്നൊക്കെ നമ്മൾ കണ്ടല്ലോ. പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉള്ളവർ മാത്രമാണോ പോയത്? ഇവിടുത്തെ ഹിന്ദു സമുദായം ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് ആരാണ് പ്രതിഷ്ഠ നടത്തേണ്ടത്, ആരാണ് യജമാനനാവേണ്ടത് എന്നൊക്കെ ശരിക്കും ഹിന്ദു സമുദായം കണ്ടറിയേണ്ട ശാസ്ത്രവിധികളുണ്ട്. അതൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള രീതിയിലേക്കുള്ള സംഭവങ്ങൾ നടന്നൊക്കെ എങ്ങനെയാണ്, എന്തൊക്കെയാണ്, രാഷ്ട്രീയ മുതലെടുപ്പാണോ എന്നൊക്കെ ജനങ്ങൾ വിലയിരുത്തട്ടെ. തീർച്ചയായും ഇത്തരം സംഭവങ്ങൾ ശരിക്കും സുരേഷ് ഗോപി എന്താണ് പറയുക, പച്ച പിടിക്കാൻ വേണ്ടി വല്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് വരുമ്പോഴും വല്ലാത്ത പണികളാണ് എൻ്റെ ചേട്ടന്മാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ജനങ്ങൾ ഇതെല്ലാം കണ്ടറിയുന്നുണ്ട്. അപ്പോൾ ആളാവാൻ വരണ്ട എന്ന് പറഞ്ഞ രീതിയിലേക്ക് തന്നെ നമ്മൾ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.